പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീരാ ഒരുമയോടി ബലി അർപ്പിക്കാം. സർവലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥാനേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതലും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായി നീക്കും.
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായനേക്കും. എന്റെ സഹോദരൻ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അധ്യായങ്ങളിൽ 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീണ്ടും ആകാശനോട് അരുളിച്ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആകാശ് പ്രതികരിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ കർത്താവിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ തിരിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈലും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായനേക്കും. അധ്യായം 3 വാക്യങ്ങൾ 15 മുതൽ അധ്യായം 4-6 വരെ. സഹോദരി, മറ്റു സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അപരാധത്തിനും അവർ സത്യവുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്ധികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്ധിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിനായിരിക്കില്ല. എന്നാൽ ദൈവം അപരാധത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെ എന്തിനാണ് നിയമം? വാഗ്ദാനം തിരിച്ചവന് സന്ധിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിതരണം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ 20 പേരുണ്ടെങ്കിലോ മധ്യവർത്തി വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രഖ്യാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് ഈശ്വരത്തിൽ പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണത്തിനെതിരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മൾ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിന്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരും ദൈവത്തിലാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം ചെയ്യുന്നതിന് നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ രക്ഷിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനോടാണെങ്കിൽ അപരാധത്തിലാണ്, വാഗ്ദാനത്തെക്കുറിച്ചുള്ള അവകാശങ്ങളുമാണ്. ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത്. പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെങ്കിലും ബാലനായിരിക്കും കാലം അടിമയിൽ നിന്ന് വിടുന്നല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധിവരെ അവർ രക്ഷകർത്താക്കളുടെയും താരത്യമാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യം ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതി ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി.
നിയമത്തിന് അധീനനായി തിരിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി തീർക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ യുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നു. ആകയാൽ നീ നിങ്ങളുടെ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവത്തിനനുസരിച്ച് അവകാശിയുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകവാസകരമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്തസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരിനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താങ്കളുടെ നഗരങ്ങളിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽ വംശത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലായിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടിപ്പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി. അവന്റെ കണ്ണൂർ പുത്രനെ പ്രസവിച്ചു. അവന് വെള്ളക്കാച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലിൽ ആരുടെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവ് ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവജനമാകുന്നു, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഇത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. കൂടെയുണ്ട്. സന്തോഷത്തിലും ജീവിതത്തിലും ദുഃഖങ്ങളിലും ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കൂടെയുണ്ട് എന്നതാണ്. ദൈവം നമ്മോട് കൂടി എന്നതാണ്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ബോധ്യത്തിലേക്ക് വളരേണ്ടത്. ഒന്ന്,
ദൈവത്തിന്റെ സമ്മാനമാണ് എമ്മാനുവേൽ. 2, തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. 3, തമ്പുരാനെ കൊടുക്കുവാനായിട്ടും സാധിക്കണം. ദൈവത്തിന്റെ സമ്മാനമാണ് ക്രിസ്മസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുകയാണ്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. തീർച്ചയായും സമ്മാനങ്ങൾ കൊടുക്കുക സ്നേഹമുള്ളിടത്താണ്, സമ്മാനങ്ങൾ കൊടുക്കുക ബന്ധമുള്ളിടത്താണ്. ക്രിസ്മസ് കാലഘട്ടത്തിലായി ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുക അത് കേക്കായിട്ടും മറ്റ് സാധന സാമഗ്രികളായിട്ടും നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നൽകിയ ഏറ്റവും മഹത്തരമായ സമ്മാനത്തെ കുറിച്ച് തന്റെ ഏകജാതന സമ്മാനമായി ദൈവം നൽകുകയാണ്. ബോധ്യങ്ങളുണ്ടാകണം. ആ ദൈവം തന്റെ ഏകജാതന നൽകിയത് സ്നേഹത്തിന്റെ നിറവിൽ നിന്നാണ്. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ നിറവിൽ നിന്നാണ് തന്റെ ഏകജാതന നൽകിയത്. തീർച്ചയായും ആ നൽകൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതൊരു വലിയ ബന്ധമാണ് എന്ന്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം എന്തിനാണ് നൽകിയതെന്ന് നമുക്ക് വ്യക്തതയുണ്ടാകണം. നൽകിയത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ജീവിതത്തിന്റെ വഴിയോരങ്ങൾ കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. രക്ഷയുടെ വഴിയോരങ്ങൾ. അതിനുശേഷം അവൻ സ്വജീവൻ സമർപ്പിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സമ്മാനമായി നൽകുന്നു, എടുത്തോ എന്ന് പറയുകയാണ്. തീർച്ചയായും സമ്മാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ആ സമ്മാനത്തിന്റെ കൊടുക്കൽ പൂർണ്ണമാകുകയുള്ളൂ. ഞാൻ സമ്മാനം തരുന്നു, വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമ്മാനം എന്റേതായി തീരും. എന്നാൽ അത് വാങ്ങിക്കുന്നുവെങ്കിൽ ആ വാങ്ങിച്ചവരുടേതായി തീരും. ആ സമ്മാനം കൊടുക്കുമ്പോൾ ദൈവം ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്റെ ദൈവത്തെ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സിനെങ്കിൽ തീർച്ചയായിട്ടും ആ സമ്മാനം എന്റേതായി തീരും. ദൈവം നമ്മോടുകൂടെ. എമ്മാനുവേൽ. രണ്ടാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണമെന്ന്. വളരെ മനോഹരമായ ഒരു ചൊല്ലുണ്ട്. 1000 മുൻകൂട്ടി ഉണ്ണി വളർന്നാൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ണി ജനിക്കുന്നില്ലായെങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. ആരോഗ്യ തമ്പുരാനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ഒത്തിരിയേറെ പേർ രക്ഷകനെ കാത്തിരുന്നവരുണ്ട്. യഹൂദർ രക്ഷകനെ കാത്തിരുന്നവരാണ്. ഇന്നും അവർ കാത്തിരിക്കുകയാണ്. രക്ഷകൻ വരുമെന്ന വലിയ പ്രതീക്ഷയും പ്രത്യാശയുമായി. എന്നാൽ അവനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായത് വളരെ ചുരുക്കം പേരായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ജോലിയിൽ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളിൽ അവർ പൂർണ്ണമായും നിയുക്തരായിരുന്നു. ആ ജോലിയിലാണ് അവർ രക്ഷക സന്ദേശം ലഭിച്ചത്. ആ രക്ഷക സന്ദേശം ലഭിച്ചപ്പോൾ അവരുടെ ആത്മാർത്ഥതയും സുവിശേഷം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അതിവേഗം അവർ പുറപ്പെട്ടു എന്ന്. അതിവേഗം പുറപ്പെടുന്നത് തീർച്ചയായിട്ടും അവർ താല്പര്യത്തെയാണ് കാണിക്കുക. അതുപോലെ തന്നെ ഭൂഷരാജകന്മാർ ഒരു പ്രത്യേക അടയാളം കണ്ടപ്പോൾ ആ അടയാളം രക്ഷക സന്ദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പൊന്നുമീറയും കുന്തിരിക്കവും കാഴ്ചകളുമായിട്ട് അവർ രക്ഷകനെ തേടി പുറപ്പെടുകയാണ്. രക്ഷകനെ കണ്ട് അവർ തങ്ങൾ കരുതിയ അസമാനങ്ങൾ അവരായിട്ട് കാഴ്ച സമർപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം ലഭിച്ച സാമുവേലും അന്നയും അവർ രക്ഷകനെ കണ്ടാണ് അവർ സായുജ്യമടയുക.
ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സുണ്ടാകണമെന്ന്. എന്നാൽ ആ നല്ല മനസ്സില്ലാതെ ഒരുക്കമില്ലാതെ എന്ന വ്യക്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹെരോദെസ് രാജാവ് അവർ പറയുന്നത് ശിശുവിനെ പോയി കാണുക എന്ന് ഭൂഷരാജാക്കന്മാരോട് സസൂക്ഷ്മം വീക്ഷിക്കുകയായി, അതിനുശേഷം തിരിച്ചു വന്ന് എന്നെ അറിയിക്കുക, എനിക്ക് പോയി അവനെ ആരാധിക്കണമെന്ന്. എന്നാൽ അവന്റെ മനസ്സ് നന്മയുടെ മനസ്സല്ലായിരുന്നു, അവന്റെ മനസ്സ് ക്രൂരതയുടെ മനസ്സായിരുന്നു. രക്ഷകനെ കാണുവാനായിട്ട് അവരെ ആരാധിക്കുവാനായിട്ടുള്ള ചാൻസ് ഹെരോദെസ് രാജാവിന് ലഭിക്കുന്നില്ല. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് എവിടെയാണ് രക്ഷകൻ പിറക്കുക എന്ന്, ബെത്ലഹേമിലായിരിക്കുമെന്ന്. ആ രക്ഷക ജനനത്തെ കുറിച്ച് ഭൂഷരാജാക്കന്മാർ ചോദിക്കുമ്പോഴും അവർ കൃത്യമായി മറുപടി പറയുന്നത്, പക്ഷേ അവരെ കാണുവാനുള്ള ദർശനം ലഭിക്കുവാനുള്ള ഭാഗ്യം അവർക്കും ലഭിക്കുന്നില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷകനെ കാത്തിരുന്നവരാണ്. കാത്തിരുന്ന് പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി അക്ഷരം പ്രതി പഴയ നിയമഗ്രന്ഥം പാലിക്കുവാനായിട്ട് പരിശ്രമിച്ചവരാണ്. എന്നാൽ രക്ഷകനെ കണ്ടെത്തുവാനായിട്ട്, രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നന്മ നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കും സാധിക്കുകയുള്ളൂ എന്ന്. മൂന്നാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, തമ്പുരാനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടി എന്നതാണ്. ആ നമ്മോടുകൂടിയുള്ള ദൈവത്തെ കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരുടെ ജീവിതത്തിലും ദൈവ സാന്നിധ്യമായി ഞാൻ മാറുന്നുവെങ്കിൽ മാത്രമാണ് എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടി ആണ് എന്നതിന് അർത്ഥവും മാനവും ഉണ്ടാകുക. ആ തമ്പുരാനെ സ്വീകരിച്ച് ആ തമ്പുരാനാണ് രക്ഷകനെന്ന ബോധ്യത്തിൽ അവരെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും ബന്ധങ്ങളുടേതായി തീരുക, നമ്മുടെ ജീവിതവും സ്നേഹമായി മാറുക. വിശ്വനാണ് വ്യക്തമായി പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന്. സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൊടുക്കുകയാണ്, ദൈവത്തെ സമാനമായി കൊടുക്കുകയാണ്. മറ്റുള്ളവർക്ക് അവരുടെ അവസരങ്ങളിലും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അവരുടെ ദുഃഖദുരിതങ്ങളിലും തമ്പുരാനെ കൊടുക്കുമ്പോൾ നാം രക്ഷക സാന്നിധ്യം അറിയുന്നു. ആ രക്ഷക സാന്നിധ്യം പകർന്നു നൽകുമ്പോൾ തീർച്ചയായിട്ടും രക്ഷകൻ നമ്മെ അനുഗ്രഹീതരായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മനുഷ്യനായ പ്രധാന ധ്യാനിച്ചുകൊണ്ട് ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നതിനെ പറയാം. വിനീതയാരുടെയും വിജ്ഞാനികളെ രാജാക്കന്മാരെയും ദിവ്യശിശുവിനെ സൗന്ദര്യത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരനെ മനുഷ്യാവതാരം വഴി എളിമയുടെ ദാരിദ്ര്യത്തിന് മാതൃക കാട്ടുകയും സമാധാന പ്രത്യാശകൾ നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപമൂലം അടയ്ക്കപ്പെട്ട പർദീസവാതിൽ തുറന്നു വരുന്നതിനും മനുഷ്യ ശരീരമെടുത്തതിനും ഞങ്ങൾ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ അവർക്ക് സ്ഥിതികളുണ്ടാകേണ്ടതിനും അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസനെ രൂപത്തിച്ച് കാലഘട്ടത്തിൽപ്പെടുന്ന ദിവ്യസുതൻ വഴി പലതരെ പാവപ്പെട്ടവരെ തന്നെ ഘടിപ്പിച്ച ദൈവമേ, വിശുദ്ധായ സർവ്വനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ ഞാൻ സർവ്വപിതാവുമായ പ്രതാപരുന്നേ ഞങ്ങളുടെ മറ്റൊരാമതാരമാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, പുത്രനായ വിശുദ്ധായ കൃപയാൽ ഞങ്ങൾ എല്ലാവരും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം.
സകലത്തിനെയും നാഥാനേയും തന്റെ വാസം മുതൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കളികളെ അഭിഷേകം നമുക്ക് സമർപ്പിക്കാം. രക്ഷക സാന്നിധ്യമായി മാറുവാൻ തമ്പുരാനെ സ്വീകരിച്ച് തമ്പുരാനെ കൊടുക്കുന്നതിനായി തീരുവാൻ ആവശ്യമായി കൃപ അവരുടെ ആശിക്കാം. അങ്ങയുടെ ആത്മാവിനെ തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിധാനബോധനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൽ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ Osana, Osana, Osana. Osana, Osana, Osana. Osana, Osana,
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
തിരുനാമത്തിന് സ്തുതിയും നാഥായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരവോടെ സമീപിക്കാം. അനുതാപവും ശരണത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലമിച്ചുകൊണ്ട് സഹോദരരെല്ലാം ക്ഷമിച്ചുകൊണ്ട് നാം സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിനതവും കലഹങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പുള്ള ഐക്യത്തോടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇത് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഇറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവിടെ അപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടായ മുമ്പിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഹൃദയത്തിൻ
ക്രിസ്മസ് സ്നേഹവും വെള്ളിയാഴ്ച കുമാര വഴിയായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ സ്വർഗവും പരിശുദ്ധവും യുവതായവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുളഞ്ഞവരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യം പോലെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിക്കും പരിശോധനയുടെ പ്രത്യാശയായ വിശിഹായി സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കഴിയും മാനവവംശത്തിൻ ഉദയം ചെയ്തൊരു മഹോന്നതന സത്യപ്രഭയെ വാഴ്ത്തിടുവിൻ. ജീവിത ഭീതിയിലെന്നാളും കർത്താവീശോ മിശിഹായെ കണ്ടെത്താനായി തേടിടുവിൻ. സാമോദം കൈക്കൊണ്ടിടുവിൻ. ഉലകിൻ പ്രഭയാം മിശിഹായെ രക്ഷകനും തിരുനാഥനുമായി ജനതകളും ഘോഷിക്കാൻ സകൃത്യങ്ങൾ ചെയ്തിടുവിൻ. ജീവനും തിരു ശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ദൈവികമേ സ്വസ്തി.